ഞാൻ ഈ പടം ഫുള്ള് ലീക്കായതാണ്. പക്ഷേ എങ്കിലും ആ ലീക്കായ ഒരു പോർഷൻ പോലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഭഗവന്ത് കേസരിയും ഞാൻ കണ്ടിട്ടില്ല. സന്തോഷായി, നല്ല സന്തോഷായി. പക്ഷെ ഇതൊരു തലപതി പടമായിട്ട് ഞാൻ കണ്ടു. എന്താണ് പറയേണ്ടതെന്ന് വാക്കുകൾ. ரொம்ப கஷ்டம் ப்ரோ, ரொம்ப ரொம்ப கஷ்டம் ബ്രോ. അത് മാത്രമല്ല പാട്ടുകളൊക്കെ സാധാരണ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. പക്ഷെ പാട്ടുകളൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷേ തലവതി കച്ചേരി പാട്ടൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. എന്റെ പൊന്നുനായിട്ട് കരയിക്കണം, ബേബിച്ചേട്ടനല്ലേ. കാരണം ഇനി അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ കാണാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ വിജയ് ഫാൻസ് ആണ്. വിജയ് ഫാൻസിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അതെ, നമുക്ക് ശരിക്കും ഇതൊരു പടം ശരിക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്ക് 100% പറയാൻ പറ്റൂല. ഇവനെ വിട്ട് കളയരുത്. ദാണ്ടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. കാരണം വെച്ചാൽ നമുക്ക് ഇമോഷണലി കുറെ കണക്ട് ആവും. ഞങ്ങള് നമ്മുടെ സ്വന്തം ഒരു അണ്ണനെ പോലെയാണ് കാണുന്നത്. നമ്മൾ മാത്രമല്ല, ഇവിടെ വന്നേക്കണ എല്ലാവരും എപ്പോഴും ഞങ്ങളെ സ്നേഹിച്ച് തോപ്പിക്കുക. രാവിലെ ഇതുപോലൊരു ഫാൻ ഷോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതും ലീക്കഡ് ആയിട്ടുള്ളൊരു പടത്തിന് ഇതുപോലെ കേരളത്തിൽ ഫാൻ ഷോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അണ്ണന്റെ പടത്തിന് മാത്രമേ വരത്തുള്ളൂ. ഞങ്ങൾ ഒരു ലീക്ക് പോർഷൻ പോലും കാണാതെ കാത്തിരുന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പാട്ട് പോലും മര്യാദ കണ്ടിട്ടില്ല. ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് വന്ന. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.